എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അവിടെ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. സുധിയുടെ കുടുംബത്തോട് ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു. എന്തൊക്കെ ഇരുന്നാലും നമ്മുടെ ഫിറോസിക്ക ഇപ്പം രേണു സുധിയോടും കുടുംബത്തോടും അങ്ങനെ ഒരു വീട് വെച്ച് കൊടുത്തതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ അവിടെ ജിപ്സം സീലിംഗ് ചെയ്യരുത് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാപ്പ് തങ്കച്ചൻ ചേട്ടനോട് മാപ്പ് പറയുന്നതായിട്ട്. സത്യം പറഞ്ഞാൽ ചേട്ടൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വീട് അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു എന്നുള്ളതാണ്. കാരണം അവർ നേരത്തെ കിടന്നിരുന്ന വീടും, അതായത് ആ വാടക വീടും ആ സാഹചര്യവും പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്തുണ്ട്. അങ്ങനെ കിടന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത്രയും നല്ല ഒരു വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റി വിട്ടിട്ട് നല്ല നന്ദിയാണ് ആ മനുഷ്യർ കാണിക്കുന്നത്. കാരണം ഞാൻ പറയാം, ഇപ്പം ആ ഒരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ രേണുസുധി ഈ ഒരു വീഡിയോ ഇട്ടു. ഈ വീടിൻ്റെ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്കച്ചൻ ചേട്ടൻ കിള്ളിപ്പറിക്കുന്ന വീഡിയോ. അത് കിള്ളിപ്പറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മൊത്തം അങ്ങനെ ഇരുന്ന അയാൾ കിള്ളിപ്പറിക്കും. അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ആ മനുഷ്യനെ പുള്ളിക്കാരി ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഇട്ടിരിക്കണേ. ഞാൻ അതിൻ്റെ ഭാഗങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം ആ വീഡിയോ ഇട്ടിരിക്കുന്നതിൻ്റെ അടിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. ഓരോ മനുഷ്യർ അവർക്കുള്ള ഓരോ വീടിൻ്റെ സാഹചര്യങ്ങൾ. അതിൻ്റെ അകത്തൊരു ചേച്ചി ഒന്ന് പറയുന്നത് ഞാൻ കേട്ടു, ഞങ്ങൾക്കൊരു വീടില്ലാഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തുള്ള സിസ്റ്റേഴ്സ് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടി, അത് വെച്ചാൽ ഒരു ഇത് കിണറിൻ്റെ അവിടെ കണ്ട് നികത്തി അതിൻ്റെ പൊക്കത്ത് എങ്ങനെയൊക്കെയോ വെച്ചിരിക്കുന്ന ആ വീട് ഞങ്ങൾ പൊന്നു പോലെ നോക്കുന്നത് എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു. ശരിയാണ്, ഒരു കുഞ്ഞു വീട് 4 കാലുള്ള ഒരു അടച്ചുറപ്പുള്ള ഒരു മുറിയെങ്കിലും കിട്ടിയിട്ട് ആ മുറിയിൽ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ഒന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ട് നമ്മുടെ ചുറ്റിനും. സത്യം പറയാലോ, ഈ വീട് അങ്ങനെയുള്ള ആരുടെയെങ്കിലും അതുപോലെ അർഹതപ്പെട്ട ആരുടെയെങ്കിലും കയ്യിൽ എത്തിയിരുന്നെങ്കിൽ അവരെത്രമാത്രം സന്തോഷിച്ചേനെന്നറിയാമോ? ഈ വീട് വെച്ച് കൊടുത്ത ഇവരോട് എന്തുമാത്രം നന്ദി കടപ്പാട് ഉള്ളവരായിരിക്കുമെന്നറിയാവോ? ഇതിപ്പം ഈ വീടിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. നമ്മൾ പണ്ടുള്ള കാരണന്മാർ ദാനം കിട്ടിയ പശുവിൻ്റെ വായിൽ പല്ലുണ്ടോ എന്ന് നോക്കരുതെന്ന്. കാരണം ഒരു ബുദ്ധിമുട്ടും അറിയാതെ എന്തിൻ്റെയെങ്കിലും ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടാണോ അവർക്ക് ആ വീട് നിർമ്മിച്ച് നൽകിയത്. ഒരു വീട് വെക്കുമ്പം അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിച്ച് കഴിയുമ്പം ഓരോ ആൾക്കാരോട് ചോദിക്കുക, അതിൻ്റെ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ മനുഷ്യർ ഓടി നടക്കുകയാണ്. ഇതുപോലെ ഇപ്പോൾ ഒരു പറഞ്ഞു കൊച്ചിൻ്റെ ചിലവ്, വീട്ടുചെലവ്. ചേച്ചി കിട്ടുന്നത് വെച്ച് നമ്മൾ കിട്ടുന്നത് കൊണ്ട് ഓണം പോലെ വേണം നമ്മളൊക്കെ ജീവിക്കാൻ. അല്ലാതെ എല്ലാവർക്കും ഒത്തിരിയേറെ വരുമാനം ഉണ്ടായിട്ടൊന്നും അല്ല എല്ലാവരും ഈ ജീവിക്കുന്നതും ഈ കാണുന്ന രീതിക്കിനൊക്കെ നടക്കുന്നത്. ഓരോ മനുഷ്യരുടെയൊക്കെ നമ്മൾ കാണില്ലേ, ഒത്തിരി വലിയ വലിയ വീടുകൾ നമ്മുടെയൊക്കെ ചുറ്റിനും കാണും. ആ വലിയ വീട്ടിൽ താമസിക്കുന്ന അവരുടെ ബാധ്യത എന്നും മാത്രമാണ് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില വലിയ വലിയ വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്, നമുക്ക് മറ്റുള്ളവൻ്റെ മുമ്പിൽ പോയി കൈ നീട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത്രയും നല്ലൊരു വീടൊക്കെ വെച്ചിട്ട് കാണും. 50 ലക്ഷം രൂപ, 60 ലക്ഷം രൂപ, 1 കോടി രൂപ വരെ ലോൺ എടുത്തിട്ടായിരിക്കാം വെച്ചിരിക്കുന്നത്. അവർക്ക് കിട്ടേണ്ട ശമ്പളത്തിൽ നിന്ന്, സാലറിയിൽ നിന്ന് അവരൊരു നിശ്ചിത തുക ഈ വീടിന് വേണ്ടിയിട്ട് ചെലവാക്കി അതുപോലെ കഷ്ടപ്പെട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടിയ ഒരു ദിവസം അവർ കഴിയുന്നതെന്നറിയാമോ? എല്ലാത്തിനും ഓരോ മിച്ചം പിടിച്ച ഇതൊന്നുമില്ലാതെ കയ്യിൽ നിന്നൊരു കൈമുടക്കുമില്ലാതെ ഇത്രയും നല്ല ഒരു വീട് കയ്യിലേക്ക് വെച്ച് തന്നിട്ട് അതിൻ്റെ കുറ്റമൊക്കെ പറഞ്ഞിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. മോശമെന്ന് വെച്ചാൽ നമ്മളൊന്ന് ചെയ്യരുതാത്ത ഒരു കാര്യമാണത്. കാരണം ഇതുപോലെ ഒരു വീട് തന്നതിന് ദൈവത്തിനോടും അത് വെച്ച് തരാൻ സന്മനസ് കാണിച്ച മനുഷ്യരോടും എന്ന് നന്ദി പറയുവാണ്. രീതിയിലുള്ളൊരു കുഞ്ഞാണ് ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ? നിങ്ങൾ ഏറ്റെടുത്തോ? എൻ്റെ ചേച്ചി 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾ ഏറ്റെടുത്തോ? നിങ്ങൾ സംരക്ഷിച്ചോ? ഏതെങ്കിലും ഒരു അമ്മ ഇതുപോലെ വന്ന് നിന്നിട്ട് ആരെന്ത് പറഞ്ഞാലും ഏതെങ്കിലും ഒരു അമ്മ, ഒരു പെറ്റമ്മ നിന്നിട്ട് ഇതുപോലെ പറയുമോ, നിങ്ങൾ എൻ്റെ കൊച്ചിനെ ഏറ്റെടുത്തു, നിങ്ങൾ കൊണ്ട് സംരക്ഷിച്ചോ എന്ന് പറയുമോ? തൻ്റെ കുഞ്ഞിനെ എന്ന് മാറോട് ചേർത്ത് വെക്കാനേ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുകയുള്ളൂ. ഒരമ്മയും മക്കളെ ഇതുപോലെ തള്ളിപ്പറയുകയല്ല. എല്ലാ കാരണവന്മാർക്കും നമ്മൾ പറയുന്നില്ലേ, കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞെന്നാണ് പറയുന്നത്. അത്രയും അറിവില്ലാത്ത പ്രായത്തിൽ ഒരു കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ അമ്മേനെ വേണ്ട സാഹചര്യത്തിൽ
ആ അമ്മ തന്നെ ഈ കുഞ്ഞിനെ നിങ്ങൾ ഏറ്റെടുത്തു, നിങ്ങൾ വളർത്തിക്കോ. അങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു? ഉള്ള ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഒരു നേഴ്സാണ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എനിക്ക് ഈ കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുക്കണ കരുതലും സ്നേഹവും അവർക്ക് കിട്ടുന്നത് കുറഞ്ഞു പോകുമോ എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ജോലിയിൽ നിന്ന് എൻ്റെ മക്കൾ സ്കൂളിൽ പോയി അവരൊന്ന് ആവുന്ന ഒരു ടൈം, അവരുടെ കാര്യങ്ങൾ അവൾ സ്വന്തമായിട്ട് നിന്ന് അവരൊന്ന് സ്റ്റേബിൾ ആവുന്നവിടം വരെ ഞാൻ ജോലിക്ക് പോകുന്നില്ല, അതുവരെയുള്ള സമയം ഞാൻ എൻ്റെ മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുത്ത് ഞാൻ എൻ്റെ മക്കളുടെ കൂടെ നിന്നിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണേ. നമ്മുടെ മക്കള് എനിക്ക് വേണേ പോകാം, കാരണവന്മാരെ ഏൽപ്പിച്ചിട്ടോ ആരെ വേണേലും ഏൽപ്പിച്ചിട്ട് എനിക്ക് വേണേ ജോലിക്ക് പോകാം, നാട്ടിൽ വേണേ നാട്ടിൽ പോകാം, വിദേശത്ത് വേണേ വിദേശത്ത് പോകാം, ആരും എന്നോട് ചോദിക്കാൻ വരില്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ മക്കൾക്ക് കിട്ടണ്ടേ അമ്മയുടെ ഒരു സ്നേഹവും കരുതലും എൻ്റെ മക്കൾക്ക് കിട്ടണമെന്ന് എനിക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അതിൽ നിന്ന് പോലും ഒരു ഗ്യാപ്പ് എടുത്ത് ഇതൊക്കെ എനിക്കും ഇവിടെ എവിടെ ചെന്നാലും ജോലി കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിന് പോലും പോകാതെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ പോലും നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പം ഒരമ്മയായ നിങ്ങൾ ഇങ്ങനെയാണോ പറയേണ്ടത്? നിങ്ങൾ ഏറ്റെടുത്തു, നിങ്ങൾ എൻ്റെ മകളെ നോക്കിക്കോ. അതും ഇത്രയും ഒരു കുഞ്ഞു കൊച്ചിനെ പറ്റി ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കേണ്ടത്? ഇങ്ങനെയാണോ നിങ്ങൾ പറയേണ്ടത്? എൻ്റെ മിസ്റ്റേക്കാണ്, ഞാനല്ല ഡിസൈൻ ചെയ്തത്. പക്ഷേ അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ആസ് എ എന്താ പറയുക, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോർഡിനേറ്റർ അല്ലെങ്കിൽ ഇത് നോക്കി നടത്തുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അത് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ജിപ്സൺ സീലിംഗ് ആണ്. ജിപ്സൺ സീലിംഗ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പെരയ്ക്ക് അകഭാഗത്താണ്. എൻ്റെ മിതമായ അറിവിൽ നിന്ന് പറയുകയാണ്. കാരണം അത് കൂടുതലായിട്ട് വെയിലും മഴയും അടിക്കുമ്പോൾ അത് നോർമലി അത് പൊളിഞ്ഞു പോകും. പെരയ്ക്കകത്തൊക്കെ എല്ലാവരും ജിപ്സൺ സീലിംഗ് അങ്ങനെ ഉള്ള കാര്യങ്ങളും സീലിങ്ങും പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പം അവർക്ക് പറ്റിയ അബദ്ധം സമ്മതിക്കാം. പക്ഷെ ഇങ്ങനെ അത് കിള്ളി അത് പൊളിച്ച് അത് മുഴുവനും നശിപ്പിക്കേണ്ട കാര്യമില്ല എൻ്റെ തങ്കച്ചൻ ചേട്ടാ. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഫിറൂസിക്ക തന്നെ അവർ തന്നെ പോയിട്ട് നമ്മുടെ ചേച്ചിയുടെ ചാറ്റലല്ലോ നമ്മുടെ ചോർച്ച ഉള്ള സ്ഥലങ്ങളെല്ലാം അടച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് നല്ല ഫിനിഷ് ചെയ്ത് നല്ല വൃത്തിക്ക് ആക്കി കൊടുത്തതിൻ്റെ വീഡിയോയും എല്ലാം അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അതിൽ കിട്ടുന്നില്ല എന്നല്ലേ വയ്ക്കത്തുള്ളൂ. നമുക്കിപ്പോൾ അന്ന് അവർ വീട് മാത്രമേ വെച്ച് തന്നിട്ടുള്ളെങ്കിൽ ഞങ്ങൾ ഈ മതിലിൻ്റെ കാര്യം മിണ്ടത്തില്ല. നമ്മളെ കൊണ്ട് ഇനിയിപ്പോൾ ഇത്ര അവർ ചെയ്യുന്നുള്ളൂ, ഞങ്ങൾ ബാക്കി ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ കിടക്കട്ടെ എന്ന് വയ്ക്കും. അപ്പോൾ അത് ചെയ്തു തരുമ്പോൾ ഒരു മനസാക്ഷിക്ക് ഒക്കെ വേണ്ട പെരുമാറും. ഇതൊന്നും ഞങ്ങൾ കാണിക്കത്തും പറയത്തുമില്ലായിരുന്നു. ഇത് ഞങ്ങൾ പറഞ്ഞതാണോ? ഇത് പറഞ്ഞതാണോ കാണിക്കുന്നതാണോ? ഇതൊക്കെ മതിലിന്റെ കാര്യമൊക്കെ നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ പറയുന്ന കേട്ട തങ്കച്ചൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു 10-20 ലക്ഷം രൂപ അങ്ങോട്ട് മുടക്കി ഭയങ്കര കാര്യമായിട്ട് കെട്ടിയ ഒരു മതിലാന്ന് തോന്നും. എന്ത് ചെയ്യാനാന്ന് പറ. അതിനെപ്പറ്റി നമ്മൾ ഫിറോസിക്ക പറയുന്നതൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കാം. മതിലിൻ്റെ കാര്യം മതിൽ കെട്ടാൻ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ 6 അടിയോളം ഉയരത്തിലാണ് ആ വീടും പ്ലോട്ടും തൊട്ടടുത്ത പ്ലോട്ടും നിൽക്കുന്നത്. അവിടെ ഞങ്ങൾ ആ ഒരു മതിൽ പോലും കെട്ടിയില്ലായിരുന്നെങ്കിൽ ഈ മഴയത്ത് ഒരു പക്ഷേ ആ വീടും ആ സ്ഥലവും ഒലിച്ചു പോകുമായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, 6 അടി ഉയരത്തിലാണ് അവരെ പ്ലോട്ട് നിൽക്കുന്നത്. അതും നമ്മുടെ സിനിമാ നടനും മിമിക്രി താരമൊക്കെയായിരുന്ന KHDC സങ്കടപ്പെട്ട കാര്യമില്ല. നിങ്ങൾ പണം മുടക്കി വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നന്ദി സ്നേഹവും ഞാൻ കൊണ്ടുവന്നേ.